മോഡി ജീവിച്ചിരിക്കുന്ന കാലം വരെ ഇനി ആർക്കും പെട്ടെന്ന് ജയിച്ചു കയറാൻ തോന്നുന്നു. CPM-ന്റെ അടിത്തറ തീർന്നു. ബംഗാളിൽ തീർന്നു, ത്രിപുരയിൽ തീർന്നു. മുൻപ് കേരളത്തിലുണ്ടായിരുന്ന ശക്തി ഇപ്പോൾ CPM-നുണ്ടോ? അഴിമതി എല്ലാ ബാങ്കുകളിലും നബാർഡിൻ്റെ കീഴിലാണ് പ്രൈമറി സഹകരണ സംഘങ്ങളുണ്ടെങ്കിലും അവിടെയും അഴിമതിയല്ലേ. വേണ്ട, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. അരിയായാലും ഉപ്പായാലും മുളകായാലും, അല്ലാതെ പൈസ അല്ല അവർ കേൾക്കുന്നത്. പിണറായിയുടെ ഭരണം തീരെ മോശം, സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണമാണ്. എന്താ പറയുക, പറയാൻ പറ്റുന്നില്ല, എന്നാലും പറയുന്നില്ല. സർക്കാരിൻ്റെ നേട്ടമാണ്. സർക്കാർ വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാനുണ്ടോ? ഉണ്ട്. പിണറായി സർക്കാർ ആര് വന്നാലും ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. എന്നാൽ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് എല്ലാവരും പരസ്പര ധാരണയോടുകൂടി ഒറ്റ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വോട്ടുകൾ, മതനിരപേക്ഷ വോട്ടുകൾ ഈ വർഗീയതയ്ക്കെതിരായിട്ട് വരും. മോഡി തന്നെ വരും, ഉറപ്പാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ സംസാരവും ഇവിടെ ഒന്ന് പറഞ്ഞു കണ്ടിട്ട് വളരെ ഇറക്കിയാത്തുണ്ട്. അതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അവിടെ വന്നാൽ മതി, ഒരു ഭരണം മാറേണ്ട അത്യാവശ്യം. ഇവിടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. ആ ഒരു നിലപാട് തന്നെ കോൺഗ്രസിൻ്റെ തെറ്റാണ്. കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ തീരുമാനമെടുത്തുവോ? ആരെ സ്വീകരിക്കണം, ആരെ തള്ളണം? എങ്കിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടാം. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ 2000 രൂപ വെച്ച് ഓരോ വോട്ടിനും എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരത്ത് എന്തരാണ് ഈ പാവപ്പെട്ട തിരുവനന്തപുരത്തുള്ള ഈ പാവപ്പെട്ടവർക്ക് എന്താണ് കൊടുക്കുന്നത്? വോട്ടിന് കാശ് വേണമെന്നാണോ പറഞ്ഞത്? കാശ് വേണ്ട, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. അരിയായാലും ഉപ്പായാലും മുളകായാലും, അല്ലാതെ പൈസ അല്ല അവർ കേൾക്കുന്നത്. ഓരോ ചെറ്റ കൂടുതലിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, അതാണ് സഹായം ചെയ്യാനുള്ളത്. ആര് ജയിക്കും? ആര് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. വോട്ട് ചെയ്യോ? വോട്ട് എന്തായാലും ഒരു മൗലിക അവകാശം, ഇന്ത്യൻ പൗരനായിട്ട് ഒരു വോട്ട് എനിക്ക് ചെയ്തേ പറ്റുമോ? അത് ചെയ്തേ പറ്റൂ. ഞാൻ വീട്ടുകാരൻ്റെ മോനാണ്, അത് ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ അത് ചെയ്തിരിക്കും, ഉറപ്പോടും ചെയ്തിരിക്കും. 47 വയസ്സായി. 47ആയി. വോട്ട് ചെയ്യും. വോട്ട് ചെയ്തിരിക്കും, അത് ഉറപ്പാണ്. വോട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ആർക്കാണെന്ന് പറയൂല. ആൾക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ പറയുന്ന നടത്താൻ ഞാൻ ഇടുള്ളൂ. ചിലപ്പോൾ പതിനെഞ്ചായിരിക്കാം, നമുക്കാറും കോൺഗ്രസിനായിരിക്കാം. കാര്യം ഇത്രയും വർഷം എൻ്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനാണ് എല്ലാം വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മിക്കവാറും അവർ പറയാൻ അത് ഇടാൻ പറഞ്ഞ് ഞാൻ അതിനെ തന്നെ ഇടും. അതിനാണ് സാധ്യത. ശരി, ആരാര് ജയിക്കുക എന്നുള്ള തീരുമാനിക്കാൻ നമുക്കിപ്പോൾ കഴിയില്ല. ഒരു വലിയൊരു മത്സരമാണ് നടക്കുന്നത്. വലിയ മത്സരം തന്നെയാണ്. 3 പേരും എന്നല്ല, ഇതിനു മുമ്പ് ഇത് ഉണ്ടായിട്ടുണ്ട്. ആരാണെന്ന് പറയാൻ കഴിയില്ല. എനിക്കത് പറയാൻ ഇപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും വരാനുള്ളതോടെ ഞാൻ കാണാം. കോൺഗ്രസ് വരുന്നതാണ്. ഭൂരിപക്ഷം കിട്ടുമോ? കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമോ? UDF ഭൂരിപക്ഷം കിട്ടും. LDF-ന് എത്ര സീറ്റ് കിട്ടും? ഇല്ല, LDF-ന് ഒരു 3 സീറ്റോ 4 സീറ്റോ അത്ര വരുള്ളൂ. അതിന് കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ സ്ഥിതി തന്നെയാണ്. രണ്ടാമത്തെ തുടർ ഭരണം ബുദ്ധിമുട്ടായ? വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വ്യാവസായിക മേഖലകൾ തല്ലിത്തകർത്തു. പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവന്നില്ല. വിദ്യാഭ്യാസ മേഖലയെ തകർത്തു. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. രാഷ്ട്രീയ കൊലപാതകങ്ങളായി. ഇതെല്ലാം ജനങ്ങൾ പഠിച്ചിരിക്കുകയാണ്, വാർത്താമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം ഇനി വരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ചിഹ്നം നഷ്ടപ്പെടുന്നതിന് ചില മാനദണ്ഡങ്ങൾ കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെങ്കിൽ CPIക്ക് ചിഹ്നം പോകും. പിന്നെ ദേശീയ പാർട്ടിയുടെ പദവി നഷ്ടപ്പെടാം. CPM ചിലപ്പോൾ അവരെ നിലനിർത്തും, ചിലപ്പോൾ ആൾ ഇന്ത്യ ഇലക്ഷൻ ആയതുകൊണ്ട് ചെറിയൊരു മെജോറിറ്റി കിട്ടും. പക്ഷേ അത് താൽക്കാലികമായിരിക്കും. ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളതിലും അതിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും UDF-ഉം BJP-യും തന്നെയാണ് മത്സരം നടക്കുന്നത്. BJP അക്കൗണ്ട് തുറക്കും കേരളത്തിൽ. A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ് കുറേ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇല്ല, BJP-ക്ക് അവർ പ്രതീക്ഷിക്കുന്നത് 3 മണ്ഡലമാണ്. പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ.
അതിന് 2 മണ്ഡലം കിട്ടും. ഏതൊക്കെയാണത്? അത് പാലക്കാടും ഉം. തിരുവനന്തപുരവും അല്ല തൃശ്ശൂരും തിരുവനന്തപുരവും കിട്ടാൻ സാധ്യതയുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ പാലക്കാട് കിട്ടും. ഉം. അതിൽ രണ്ടെണ്ണം ഉറപ്പാണ്. BJPക്ക് അക്കൗണ്ട് തുറക്കും. അപ്പം താമര വിരിയും. താമര ഇവിടെ നിയമസഭയിലെ വിരിഞ്ഞു കഴിഞ്ഞല്ലോ. ഒന്നുമല്ലോ. അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. എങ്കിലും ഒരു പുതിയ ഒരു 3ാം മുന്നണിയല്ലേ, NDA മുന്നണിയിലൊരു കക്ഷിയാണല്ലോ. കക്ഷിയാണ്. അപ്പം മോഡിക്ക് ഇവിടെയുള്ള 20 സീറ്റൊന്നും പ്രശ്നമല്ല. വടക്കേ ഇന്ത്യയിൽ അവർ 350 സീറ്റിലധികം മത്സരിച്ച് ജയിക്കും. ഇപ്പോൾ അവർക്ക് 303 സീറ്റേ ഉള്ളൂ. അത് കൂട്ടും അവർക്ക്. ആ മോഡി ജീവിച്ചിരിക്കുന്ന കാലം വരെ ഇനി ആർക്കും പെട്ടെന്ന് ജയിച്ചു കയറാൻ തോന്നുന്നില്ല. CPMൻ്റെ അടിത്തറ തീർന്നു. ബംഗാളിൽ തീർന്നു, ത്രിപുരയിൽ തീർന്നു. മുൻപ് കേരളത്തിലുണ്ടായിരുന്ന ശക്തി ഇപ്പോൾ CPMനുണ്ടോ? അഴിമതി എല്ലാ ബാങ്കുകളിലും നബാർഡിൻ്റെ കീഴിലാണ് പ്രൈമറി സഹകരണ സംഘങ്ങളുണ്ടെങ്കിലും അവിടെയും അഴിമതിയല്ലേ. അഴിമതി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ അഴിമതി ഒരു കാലത്തും ഈ കേരളത്തിൽ വന്നിട്ടില്ല. സഹകരണ ബാങ്കുകളിലെല്ലാം അഴിമതിയാണ്. നാഷണലൈസ് ചെയ്ത ബാങ്കിലൊന്നും അഴിമതി. സഹകരണ ബാങ്കുകളിൽ എല്ലായിടത്തും അഴിമതിയാണ്. ഒത്തിരി കേസുണ്ട് ഇപ്പോൾ, ധാരാളം കേസുകളുണ്ട്. അപ്പോൾ ആ കേസിലൊക്കെ EDയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ED എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരമാധികാരമുള്ള ഒരു ബോഡിയാണ്. അവരെ പെട്ടെന്ന് അങ്ങനെ ചെറുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. നോട്ടീസ് കൊടുത്താൽ ഹാജരായില്ലെങ്കിൽ അവർ നേരിട്ട് ചെന്ന് അവർ മുടിയെടുക്കും, നിയമ നടപടി എടുക്കും. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. അതിന് നമ്മൾ കയറി ചേർക്കണേന്തിന്? ഇതിനാണ് നമ്മൾ ചേർക്കണത്. നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ കണക്ക് കാണിച്ചാൽ പോരി. പിന്നെ നമ്മൾ ഭയക്കേണ്ട കാര്യം തിരിക്കണം. ഒരു മൊബൈൽ ഫോൺ 1000 രൂപയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഇവിടുത്തെ പാർട്ടി സഹാക്കളുടെ വീട്ടിൽ 25,000 രൂപ വരെയുള്ള മൊബൈൽ ഫോണുകളാണ് ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നത്. അവരെല്ലാം കാറിൽ സഞ്ചരിക്കുന്നു. മുമ്പുണ്ടാവൂ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാണ് CPM എന്നുള്ളൊരു ബ്രാക്കറ്റ് പാർട്ടി ഉണ്ടായത്. ഞാൻ CPI അല്ല, ഞാൻ പാർട്ടിയല്ല. എങ്കിലും കാര്യങ്ങൾ വിലയിരുത്തിയാണ്. 133 ദേശീയ എക്സിക്യൂട്ടീവ് ഉള്ളതിൽ വെറും 32 പേര് ഇറങ്ങിച്ചെന്നാണ് ഒരു പാർട്ടി ഉണ്ടായത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്തിനങ്ങനെ ഉണ്ടാക്കി? 2 പേരുടെ കടുത്ത നിലപാടാണ്, AKGയുടെയും EMSൻ്റെയും. EMS കുശാഗ്രക ബുദ്ധിക്കാരനും AKG പിടിവാശിക്കാരനുമാണ്. അതാണ് ഇവിടെ ഈ പാർട്ടിക്കുണ്ടായ കാര്യം. ഒരു മുതിർന്ന CPI നേതാവിൻ്റെ അടുത്ത് റിപ്പോർട്ടർ ചോദിക്കണം, നിങ്ങളുടെ കൊടിയിൽ ഇതെങ്ങനെ ഈ ചന്ദ്രക്കല വന്നെന്ന്. അവരതിന് ഉത്തരം പറയൂ. അവരുടെ ഇലക്ഷൻ ചിഹ്നം അരിവാളും ചുറ്റിയിലുമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഈ നക്ഷത്ര ചിഹ്നം വന്നു എന്ന് പറയട്ടെ. ഇവിടുത്തെ ഒരു മുതിർന്ന നേതാവിനോട് കേൾക്കണം. അതെങ്ങനെ വന്നത്? അതിനൊരു ചരിത്രം. 64 ഇവർ 32 പേരും കൂടെ യോജിച്ചൊരു പുതിയ പാർട്ടി ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ പാർട്ടിയിലെ ആളുകൾ ചെന്ന് ആരെ കണ്ട്? ജവഹർലാലെ കണ്ടു, മാവയെ കണ്ടു. മാവയെ കണ്ടു. രണ്ടുപേരിൽ ആരാണ് ആദ്യം ഉണ്ടായിരുന്നത്? മാവയാണ്. കാര്യം ഞാൻ അന്ന് വായിച്ചു. അവർ ചെന്ന് മാവയെ കണ്ടു. ഞങ്ങൾ ചൈനീസ് നയം സ്വീകരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ചൈനയുടെ പിന്തുണ ആവശ്യമാണ്, ഞങ്ങൾ ചൈനയോടൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അന്ന് അവർ പറഞ്ഞു ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അങ്ങനെ വിള്ളലൊന്നും വീണിരിക്കില്ല. നിങ്ങൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയിലെ പാർട്ടിയാണ്. നിങ്ങൾ ഇന്ത്യയിലെ പാർട്ടി ആയതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു നടപ്പിലാക്കണം. നിങ്ങൾ തൊഴിലാളി വർഗത്തിനെ സ്നേഹിക്കണം, വളർത്തണം. ഞങ്ങൾക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരവരെ മടക്കി വെച്ചു. ഇവിടെ വന്ന് ഇലക്ഷൻ കമ്മീഷനെ കണ്ടിട്ട് പറഞ്ഞു, ഒരു നക്ഷത്രത്തിൻ്റെ ചിഹ്നം കൂടി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അരിവാൾ ചുറ്റിക നക്ഷത്രം. അങ്ങനെയാണ് അതാണ് ഈ നക്ഷത്രം വന്നത്. ഒരു അറിവാണത്. അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടമാണ്. അങ്ങനെ കമ്മീഷനെ സ്വാധീനിച്ച് ഒരു നക്ഷത്രം വാങ്ങിച്ചു. CPM എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ട്, അല്ല CPI എന്ന് എല്ലായിടത്തും എഴുതിയിട്ട് എന്തിന് M ചേർത്തത്? ഇവർ എന്തിനാണ് ഇവർ ബ്രാക്കറ്റിൽ M ചേർത്തത്? പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് സ്ത്രീകൾക്ക് മാത്രം ഒന്ന് എഴുതണോ? എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സമ്പത്തിൻ്റെ കൂടെയാണ്. അതായത് കാറൽ മാർക്സ് ഇത് എഴുതുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നൊരു സംഭവം, അന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായിരുന്ന ആ സംഭവഗതികളിൽ അദ്ദേഹം അത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയതാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇന്ന് കമ്മ്യൂണിസം തകർന്നു അല്ലേ? കമ്മ്യൂണിസം
ഇന്ത്യയിലേ ഇല്ല. ലോകത്തിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴത്തെ പറഞ്ഞു കമ്മ്യൂണിസം അല്ല. അല്ല, അവർ സമ്പത്തിന് വേണ്ടി നിൽക്കുന്നു. അതിനെക്കുറിച്ച് വ്യവസായ വിപ്ലവത്തെക്കുറിച്ചും സാക്ഷാൽ എങ്കിൾസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തൊഴിലാളി വർഗത്തിന് നേതൃത്വം നൽകുന്ന ആൾ സമ്പത്തിനോട് ആഗ്രഹിച്ചാൽ സമ്പത്ത് കൂടിയവൻ്റെ പക്ഷത്തെ പോവുള്ളൂ, തൊഴിലാളി വർഗത്തിൻ്റെ കൂടെ നിൽക്കില്ല. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണമെന്ന് സാക്ഷാൽ എങ്കിൾസ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ സ്ഥിതി എന്താണ്? ആർക്ക് മുൻതൂക്കം ലഭിക്കും? BJP. എന്താണ് കാരണം? കാരണം നമ്മുടെ പിണറായിയുടെ ഭരണം തീരെ മോശം, സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണമാണ്. എന്താ പറയുക, പറയാൻ പറ്റുന്നില്ല, എന്നാലും പറയുന്നില്ല. രണ്ടാമത്തെ തുടർ ഭരണം കേരളത്തിൽ വലിയ ദോഷം സംഭവിച്ചോ? ഒത്തിരി ആദ്യം കുഴപ്പമില്ലായിരുന്നു. ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ ഭരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. എന്തിന് നമ്മുടെ സർക്കാർ ആശുപത്രി മരുന്ന് പോലും ഇല്ല. സാധാരണക്കാർ ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് BJPയുടെ ഭരണമാണ് ഏറ്റവും വരുന്നത്. ചേട്ടൻ കോട്ടയം മണ്ഡലമാണോ? ഞാൻ കോട്ടയം മണ്ഡലം. കോട്ടയം മണ്ഡലത്തിൽ ആർക്കാണ് സാധ്യത? അവിടെയും BJP കയറണമെന്നാണ് ഞാൻ പറയുന്നത്. ആഗ്രഹിക്കുന്നതാണ് അല്ലേ? നിലവിൽ എവിടെ ഉള്ളത് തോമസ് ചാഴിക്കാടൻ MP ആണ്. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ദോഷമായിരുന്നോ നന്നായിരുന്നോ? ഞാൻ വേറൊന്നും കൊണ്ടും പറയുന്നതല്ല. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ പിന്നെ പാർട്ടിയുടെ നിലപാട് വെച്ച് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കൊടുങ്കാറ്റായിട്ട് കേരള സർക്കാരിനെതിരെ ആഞ്ഞു വീശും. അതിനാണ് സാധ്യത. ഉറപ്പായിട്ടും ഉണ്ട്. 100% ഉറപ്പായിട്ട് അങ്ങനെ സംഭവിക്കും. 100% ഉറപ്പാണ്. അതുപോലത്തെ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ മേഖലയും അടിച്ച് തകർത്തിട്ടിരിക്കും. കച്ചവട മേഖല എല്ലാം മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷം തീർച്ചയായിട്ടും വരുമെന്നാണ് പ്രതീക്ഷ. ഇടതുപക്ഷത്തിന് എത്ര സീറ്റ് വരെ ലഭിക്കും? 20 സീറ്റിൽ എത്ര സീറ്റ് വരെ ഇടതുപക്ഷത്തിന് ലഭിക്കും? 17 വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നേട്ടമാണോ കോട്ടമാണോ? അത് സർക്കാരിൻ്റെ നേട്ടമാണോ? സർക്കാർ വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാനുണ്ടോ? ഉണ്ട്. പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ നല്ല മെച്ചപ്പെട്ട കാഴ്ചയാണോ? രണ്ടാമത് ആദ്യത്തെ ഭരണം നല്ല രീതിയിൽ കാഴ്ചവെച്ച്, രണ്ടാമത്തെ ഭരണം അത്ര പോരാ എങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. മെച്ചപ്പെട്ട ഭരണമാണെന്ന് പറയും. പെൻഷനൊക്കെ കൊടുക്കുന്നില്ല എന്നൊക്കെ പരാതി. പെൻഷൻ കൊടുക്കില്ലേ ഇപ്പോഴത്തന്നെ കഴിഞ്ഞ മാസം 1 മാസം കൊടുത്തിട്ട് രണ്ടാമതിപ്പോൾ 2 മാസം ഒരുമിച്ച് കൊടുത്തു. ഇനി അവർ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇനിയും കൊടുക്കും. പ്രതീക്ഷിക്കാം. ആര് വന്നാലും ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. അത്രയേ ഉള്ളൂ. ജനങ്ങളെ തൃപ്തിപ്പെടുത്തണം. അത്രയേ ഉള്ളൂ. മതത്തിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് ഒരിക്കലും. നിലവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജനങ്ങൾ ജീവിക്കണം. മൊത്തത്തിൽ ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ ഉള്ള ഭരണമായിരിക്കണം വരേണ്ടത്. ആര് വന്നാലും അത്രയേ ഉള്ളൂ. ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഏത് ഭരണം വന്നാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കണം. ജാതിയുടെ പേരിൽ ഒരു അടിയോ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ആണും പെണ്ണും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈ ഇലക്ഷൻ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. കാരണം ഇനി ഒരു വട്ടം കൂടി NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ജനാധിപത്യ ഇലക്ഷൻ സംവിധാനം തന്നെ ഇല്ലാതാവും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള നടപ്പിലാക്കുന്നു പറഞ്ഞു കേട്ടു. അങ്ങേയറ്റം അപകടകരമായ ഒരു സംഭവമാണ്. കാരണം ഈ അടുപ്പിച്ച് 3-4 ദിവസമായിട്ട് ഒരു പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ കേട്ടു നോക്ക്. രാജസ്ഥാനിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതൊക്കെ. മതന്യൂനവശങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇത്ര മോശമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഇനി ഇദ്ദേഹത്തിന് അധികാരത്തോടെ എന്താ അവകാശം? അതായത് നമ്മൾ ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ പൗരന്മാർക്കും തുല്യമായ അവകാശമാണ്. അത് ജാതിയില്ല, മതമില്ല, രാഷ്ട്രമില്ല, ഭാഷയില്ല, ഒന്നുമില്ല. എല്ലാവർക്കും തുല്യ അവകാശമാണ്. അതിന് ഒരു എന്താ പറയുക, ഒരു വിലയും കൽപ്പിക്കാതെ അങ്ങേയറ്റം വർഗീയപരമായ പരാമർശങ്ങൾ കൊണ്ട് ഒരു UPയുടെ ഒരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ഇദ്ദേഹം എന്തൊക്കെ പരാമർശം നടത്തിയിട്ടും ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ അതിനെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഒന്നുമില്ല, അവർ അനങ്ങത്തില്ല. കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ
ഇന്ത്യൻ ജുഡീഷ്യറി സംവിധാനം ഉൾപ്പെടെ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും, അതായത് ED, NIA, CBI തുടങ്ങി അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് അണ്ടറിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ കാവ്യവൽക്കരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് അവർ അണ്ടറിൽ എത്തിക്കഴിഞ്ഞു. നിലവിൽ ജനങ്ങൾ മാത്രമാണ് പ്രതിരോധം. ജനങ്ങളും കുറച്ച് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമാണ് ഇപ്പോൾ അവർക്ക് പ്രതിരോധമായിട്ട് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവരിപ്പോൾ CAA നടപ്പാക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ ഇത് ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ നോക്കുന്നു. ഇങ്ങനെ തുടങ്ങി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ഒരു ഭരണമാണ് നിലവിലുള്ളത്. ഈ ഇലക്ഷന് ആ ഒരു മാറ്റം സംഭവിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ മൊത്തത്തിലും ഒരിക്കലും അവർ വിജയിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏകാധിപതികളായിട്ടുള്ള ഇതുപോലെ സ്വന്തം തീരുമാനങ്ങളും സ്വന്തം സംഘടനയുടെ തീരുമാനങ്ങളും അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ 60 ലക്ഷത്തിലധികം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറിന് പോലും നിലനിൽപ്പില്ലാതെ പോയി. അതുപോലെ ഇന്ത്യയിൽ ഒരിക്കലും ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ RSS ഉദ്ദേശിക്കുന്ന 2025 കൂടി ഒരു പൂർണ്ണ ഹിന്ദു രാഷ്ട്രം എന്ന അവരുടെ അജണ്ട ഒരിക്കലും നടപ്പാകത്തില്ല. കാരണം ഇന്ത്യ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ജനങ്ങൾക്ക് സ്വതന്ത്രമായ കൃത്യമായിട്ട് ചില അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ അവകാശങ്ങളോടുകൂടി തന്നെ ജനങ്ങൾ ഇവിടെ ജീവിക്കും. അത് ഇനി ആരധികാരത്തിൽ വന്നാലും, മോദിയല്ല, യോഗിയല്ല, ആരധികാരത്തിൽ വന്നാലും വളരെ വലിയ ജനകീയ പ്രക്ഷോഭത്തിലൂടെ ഈ പറയപ്പെടുന്ന ഭരണഘടന നിലനിർത്തി തന്നെ കൊണ്ടുപോകും. അത് ഉറപ്പാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ NDA-ക്കെതിരെ ഇപ്രാവശ്യം ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത് വളരെ വലിയ തയ്യാറെടുപ്പുകളോടുകൂടിയാണ്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഈ പാർട്ടികൾക്കൊക്കെ ഇപ്പോൾ BJP-യുടെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ 4-5 സ്ഥാനാർത്ഥികൾ കാണും. കോൺഗ്രസിൻ്റെ കാണും, SP-യുടെ കാണും, BSP, ഇങ്ങനെ പല സ്ഥാനാർത്ഥികൾ. ഇപ്രാവശ്യം അവരെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നത്. അപ്പോൾ ഈ വർഗീയവാദികൾക്കെതിരായിട്ട് വിഘടിച്ച് നിന്ന വോട്ടുകളൊക്കെ ഇന്ത്യ മുന്നണിയിലേക്ക് വോട്ടുകൾ ഒന്നിച്ചു വരും. ആകെ ഇതിനകത്ത് വ്യത്യസ്തമായുള്ള BSP മാത്രം. അവർക്ക് കാര്യമായ ഒരു വലിയ വേരട്ടമൊന്നും അങ്ങനെ ഇല്ല. പൊതുവെ ഇപ്പോൾ BSP ഒക്കെ അത്ര മായാവതിയുടെ UP-യിൽ. പിന്നെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെടുത്ത് ഇപ്പം ആദ്യ ഘട്ടത്തിൽ ഇലക്ഷൻ നടന്ന തമിഴ്നാട് ഉൾപ്പെടെ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും വളരെ മികച്ച മുന്നേറ്റം നേടും. നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. പ്രതീക്ഷ പറഞ്ഞുതരാം. ഇപ്പം നമുക്കറിയാം, ഈ UP നിയമസഭ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒരു പക്ഷേ കോൺഗ്രസും അഖിലേഷ് യാദവിൻ്റെ SP-യും കൂടെ ഒരുമിച്ച് നിന്നിരുന്ന ഇന്ന് അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി അവിടെ എന്ത് ചെയ്ത്? കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച്, SP സെപ്പറേറ്റ് മത്സരിച്ച്, പിന്നെ അദ്ദേഹം വന്ന് മത്സരിച്ച് ഹൈദരാബാദിലുള്ള അസദുദ്ദീൻ ഉവൈസി അദ്ദേഹം വന്ന് ന്യൂനപക്ഷ വോട്ടുകൾ വിഘടിപ്പിച്ച്. എന്നാൽ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് എല്ലാവരും പരസ്പര ധാരണയോടുകൂടി ഒറ്റ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വോട്ടുകൾ, മതനിരപേക്ഷ വോട്ടുകൾ ഈ വർഗീയതയ്ക്കെതിരായിട്ട് വരും. സ്വാഭാവികമായിട്ടും അത് BJP-ക്ക് അടി. ആ ഒരു ഭയത്തിൽ നിന്നാണ് അവരിപ്പോൾ പൂർണ്ണമായ പച്ചയ്ക്ക് വർഗീയത. ഈ പത്രം എടുത്ത് വായിച്ചു, ഞാൻ ഇന്നും രാവിലെ പത്രം വായിച്ചിട്ട് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരു ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. അതും ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ കേട്ട് ഒരു ഉളുപ്പെന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ സത്യത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഈ ഇലക്ഷന് ശേഷം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം വളരെ വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ഈ പ്രധാനമന്ത്രിക്കെതിരായിട്ട് കൃത്യമായ നിയമ നടപടികൾ, അത് പിന്നെ സുപ്രീം കോടതിയുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് കേസ് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഒന്നാമത് മോഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും അവതാര പുരുഷനെ പോലെ. അപ്പം ഇത് ജനങ്ങൾക്കിടയിൽ വികാരപരമായ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പലയിടത്തും കലാപങ്ങൾക്ക് വരെ കാരണമാകാവുന്ന രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നുള്ള കുറ്റം ചുമത്തി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. അതാണ് ഞാൻ പറയാനുള്ളത്. പ്രതിപക്ഷ കക്ഷികൾ പരാതിയൊക്കെ കൊടുത്തിട്ടും ഇവരാരും അനങ്ങാപ്പാറ നയം തീർച്ചയായിട്ടും അനങ്ങത്തില്ലല്ലോ. കാരണം അവരുടെ കയ്യിലാണ്. ഇപ്പം NIA ആയാലും ED ആയാലും, ഇപ്പം കൊടകര കുഴൽപ്പണ കേസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പിന്നെ ആവശ്യമില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഓടി ഇവിടെ വരുന്ന EDക്ക് അതന്വേഷിക്കാൻ സമയം കിട്ടുന്നില്ല. വളരെ പച്ചയ്ക്ക് വ്യക്തമാണ്, സുരേന്ദ്രന് വേണ്ടി വന്ന പണമാണത്. അത് വെറും ഹൈവേ റോബറി ആയിട്ട് ഇപ്പോഴും കിടക്കുക. സുരേന്ദ്രൻ സാക്ഷിപ്പട്ടിക കിടക്കുകയാണ്. കേരള ഗവൺമെന്റിന് അത് അന്വേഷിക്കാനുള്ള വകുപ്പില്ല. കേരള ഗവൺമെന്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം എന്തെങ്കിലും അഡ്ജസ്റ്റ്, അതാ പറയുന്നത്. കേരള ഗവൺമെന്റിന് ഹൈവേ റോബറി എന്നുള്ള ലെവലിൽ മാത്രമേ അത് നിർത്താൻ പറ്റുള്ളൂ. അതിനപ്പുറം അന്വേഷിക്കാനുള്ള വകുപ്പില്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ്. അപ്പോൾ അതിന് ഇവർ തുടർച്ചയായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് EDക്കും കത്തയച്ചിട്ടും അവർ ഈ കേസ് എടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. കാരണം ആ പണം പിടിക്കപ്പെടുമ്പോൾ അതിൽ പ്രതികൾ ആദ്യം ഇറങ്ങി ഫസ്റ്റ് വിളിക്കുന്നത് സുരേന്ദ്രനാണ് ഫസ്റ്റ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അത് പൂർണ്ണമായിട്ടും സുരേന്ദ്രൻ്റെ, എല്ലാവർക്കും അറിയാം അത് സുരേന്ദ്രൻ്റെ ഒരു പിന്നെ പേരിൽ വന്ന പണമാണ്. പക്ഷേ
ED അത് അന്വേഷിക്കാനോ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനോ തയ്യാറല്ല. നേരെ മറിച്ച് നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഇവിടെ വന്ന് ഒരു എന്തെങ്കിലും ഇപ്പോൾ ഒന്നും വേണ്ട. കളമശ്ശേരി സ്ഫോടനം ഒന്ന് ആലോചിച്ച് ചോദിക്കൂ. സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിനല്ലേ ആദ്യം കോൾ ചെയ്തത്. പോട്ടെ, കളമശ്ശേരി സ്ഫോടനം നടന്നില്ലേ? കളമശ്ശേരി സ്ഫോടനം നടന്ന ആർക്കും അറിയില്ല ആരാ സ്ഫോടനം നടത്തിയെന്ന്. ഉടനെ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു തൊപ്പിയും താടിയും വെച്ച ഒരാളെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പടം എടുത്ത് വെച്ചിട്ട് എന്തൊക്കെ കോട്ടി ഇവിടെ കണ്ടു. വേണ്ട, നമ്മുടെ ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആദ്യം പത്രസമ്മേളനം നടത്താൻ വന്നു. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ ബസ്സിൽ അദ്ദേഹത്തെ അന്ന് മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മണിപ്പൂരിൽ ഇത്രയും വലിയ സംഘർഷം നടക്കുന്നു, ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു, എന്തുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന BJPയും കേന്ദ്രം ഭരിക്കുന്ന NDA എന്തുകൊണ്ട് ഇതിന് മുൻകൈ ഒന്നും ചെയ്യുന്നില്ല? ഞാൻ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടത്തില്ല, ഞാൻ അതിന് വന്നതല്ല. ഞാൻ കളമശ്ശേരി സ്ഫോടനത്തിലെ ഭീകര അത് ആരാണെന്ന് പോലും അറിയത്തില്ല. അന്നേരം ആ തീവ്രവാദികൾക്കെതിരെ സംസാരിക്കാൻ വന്നതാണ് എന്നും പറഞ്ഞ് മൊന വെച്ച് കുറേ സംസാരിക്കുക. ആർക്കൊക്കെ ഒരു മതവിഭാഗത്തിനെതിരെ മൊന വെച്ച് സംസാരിക്കുകയാണ് ഇപ്പോഴത്തെ NDA സ്ഥാനാർത്ഥി. ആലോചിച്ച് നോക്കൂ. അപ്പോൾ മണിപ്പൂരിൻ്റെ തുടർച്ചയായി മാധ്യമപ്രവർത്തകർ മണിപ്പൂരിനെ പറ്റി ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹം ഒരു അക്ഷരം അതിന് മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒടുവിൽ ശുഭിതനായിക്കൊണ്ട് അവർക്കെതിരെ തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും മണിപ്പൂരിൽ അക്രമം നടന്നുകൊണ്ടിരിക്കും, വളരെ വലിയ അക്രമം. അവിടെ സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്, കേന്ദ്രം ഭരിക്കുന്ന NDA ആണ്. ഇതുവരെ അതിനെതിരെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ മൃഗീയമായ ക്രൈസ്തവ വിഭാഗം അവിടെ പീഡനം അനുഭവിക്കുന്നു, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 250-300 ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. എത്ര ക്രൂരമായ ബലാത്സംഗങ്ങൾ, കൊള്ള എല്ലാം നടക്കുകയാണ്. അപ്പോൾ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാറ്റം വന്നില്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ അധോഗതിയാണ്. പക്ഷേ വളരെ വലിയ അക്രമം, ഇവരുദ്ദേശിക്കുന്ന പോലെ സംഭവം ഒന്നും അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. എങ്കിലും തെരുവുകൾ ഇന്ന് കാണുന്ന ഒരു സമാധാന അന്തരീക്ഷം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം, അതായത് ജനങ്ങൾ മൊത്തം മതനിരപേക്ഷതയ്ക്കും നമ്മുടെ ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി തെരുവിൽ പോരാടുന്ന ഒരു അവസ്ഥയിലേക്ക്. ആർക്കാണ് സാധ്യത? അത് പറയാൻ പറ്റില്ല, അറിയില്ല. 3 മുന്നണികൾ, പ്രബല മുന്നണികൾ, ആർക്കും പ്രവചനാതീതമാണ്. ഒന്നും പറയാൻ കഴിയില്ല. കേരളത്തിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടും? അതും പറയാൻ കഴിയില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം, അങ്ങനെയാണോ? അതെ. എന്നാലും 3-ാം മുന്നണി വേണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശയം ആഗ്രഹിക്കുന്നുണ്ട്. ഇടത് വലത് മുന്നണികൾ ഭരിച്ചു, ഇവിടെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയൊക്കെ 3-ാം മുന്നണി ഇവിടെ ഈ സംസ്ഥാനത്ത് വന്ന് ജനങ്ങൾ അതും കൂടെ മനസ്സിലാക്കണമെന്ന് ഇതുണ്ട്, ഒരു ആശയം. ഇതേ ഉള്ളൂ. കേന്ദ്രത്തിൽ ആര് ഭരണത്തിൽ വരും? വീണ്ടും മോഡി തന്നെ വരും. ഉറപ്പാണ്? ഉറപ്പാണ്. കേരളത്തിൽ ആർക്ക് മുൻതൂക്കം ലഭിക്കും? ഇലക്ഷൻ LDF-നാണ്. കാരണം CAA പ്രശ്നം, മറ്റുള്ള കാര്യങ്ങളും, ഇലക്ട്രൽ ബോണ്ട്, ജനങ്ങൾ സാമാന്യം ബോധമുള്ളവരാണുള്ളത്. BJPയുടെ 10 കൊല്ലത്തെ ഭരണം വെറും വേസ്റ്റാണ്. എല്ലാ അപ്പം അവരാണ് ഫസ്റ്റ് തന്നെ ഗ്യാരണ്ടി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. 15 ലക്ഷം എല്ലാവരും അക്കൗണ്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു, ഗ്യാസിൻ്റെ വില കുറയ്ക്കാമെന്ന് പറഞ്ഞു, പെട്രോൾ 70 രൂപ ആക്കാമെന്ന് പറഞ്ഞു. എല്ലാം ഇരട്ടിയായി 10 വർഷം കൊണ്ട് എല്ലാം ഇരട്ടിയായി. പിന്നെ അവർ കോപ്പറേറ്റുകളെ സഹായിക്കണം, അദാനി ഉൾപ്പെടാതെ. അത് ഇപ്പോൾ ഇവിടെയുള്ള വിദ്യാഭ്യാസമുള്ളവരും കുറച്ച് പേരൊക്കെ ഉണ്ട്, 8ാം ക്ലാസ് പാസ്സായവരുണ്ട്. അവരെല്ലാം കേരളത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അതാണ് ഉറപ്പായിട്ടും. അപ്പോൾ അതുകൊണ്ട് മാറി ചിന്തിക്കും, സംശയമില്ല. പിന്നെ ഉത്തരേന്ത്യയിൽ എങ്ങനെ? ഉത്തരേന്ത്യയിൽ ഇന്ത്യ മുന്നണി വരണമുണ്ട്, അതിൻ്റെ ഹോപ്പുണ്ടെങ്കിൽ BJP സാധ്യത ഉണ്ടെന്നാണ് അറിവ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ സംസാരവും ഇവിടെ ഒന്ന് പറഞ്ഞത് കണ്ടിട്ട് ഇറക്കിയാത്തത് അതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അവിടെ വന്നാൽ മതി, അവർ ഭരണം മാറേണ്ട അത്യാവശ്യം. CAA മാത്രമല്ല, പൊതുവെ എല്ലാ കാര്യങ്ങളും. കേരളത്തിൽ 2ാമത് ഇടതു മുന്നണിയുടെ ഭരണമാണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർ ഭരണം. അതിൽ അതൃപ്തിയുള്ള ആൾക്കാർ ജനങ്ങളുണ്ടോ? അതൃപ്തിയുള്ള ഈ പെൻഷനൊക്കെ ഇപ്പോൾ മുടങ്ങി കിടക്കുന്നതുകൊണ്ട് കുറച്ച് പേർക്ക് അതൃപ്തിയുണ്ട്. അത് എന്ന് വെച്ചാൽ മെയിൻ പ്രശ്നം വന്ന് കേന്ദ്രത്തിൻ്റെതാണ് ഇവർ പറയണത്. അത് കുറച്ച് ഇതൊക്കെ ഉണ്ട്, അതൃപ്തിയുണ്ട്. അത് വോട്ടായിട്ട് മാറുമോ? എതിരായിട്ട് മാറും. LDF-നെ എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ LDF-ന്റെ ആളൊന്നല്ല, എങ്കിലും പൊതു അഭിപ്രായം. അതുകൊണ്ട് LDF-ന് കൂടുതൽ സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. സംശയമില്ല. UDF-ന് സീറ്റ് കുറയും. UDF-ന് കഴിഞ്ഞ 18 ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 19 സീറ്റ്, ഇപ്പോൾ ഒരു 7 സീറ്റ് അത്രേ കിട്ടുള്ളൂ. എന്തൊക്കെ ലഭിക്കും? ഒന്നും പറയാൻ പറ്റില്ല. ഒന്നുമല്ല. 3 മുന്നണികൾ പ്രധാനമായും മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസ് വരാൻ വായിക്കൊണ്ട് സാധ്യത ഉണ്ടോ? സാധ്യതയുണ്ട്. കേന്ദ്രത്തിൽ ഭരണം മാറുമോ? കേന്ദ്രത്തിൽ മാറാൻ സാധ്യതയുണ്ട്. അതെ. ഇന്ത്യ മുന്നണി, അതാ മോദി സർക്കാർ വീണ്ടും വരുമോ? മോഡി വരാൻ സാധ്യതയുണ്ട്. ഇല്ല. കാരണം ജനങ്ങൾ കുറേയൊക്കെ മോഡി നല്ലതും ചെയ്യുന്നു, അഴിക്കുകയും ചെയ്യുന്നു, കുഴപ്പമില്ല. എങ്കിലും പോകണം. ഇപ്പം പിന്നെ അടുത്ത കോൺഗ്രസിൻ്റെ ഭരണം വരാനാണ് സാധ്യത. കേന്ദ്രത്തിൽ മോഡിയും വരാൻ വായ്പില്ല അവിടെ.
ഒരു കുഴപ്പമില്ല, പ്രതീക്ഷിക്കുകയില്ല. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി ശക്തമായി തിരിച്ചു വരുമെന്നുള്ള അഭിപ്രായക്കാരനാണോ? വരുമെന്ന് തോന്നണം. നമ്മൾ പാർട്ടിക്കാരനൊന്നുമല്ല, ഇങ്ങനെ ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത്. വേറെ പാർട്ടി അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതല്ല. അല്ല, ഇവിടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. ആ ഒരു നിലപാട് തന്നെ കോൺഗ്രസിൻ്റെ തെറ്റാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം പുള്ളി മത്സരിച്ചപ്പോഴേ സംഭവിച്ചത് എന്താണ്? വയനാട്. അതെ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ജാതിയോ ഇതാക്കാൻ വേണ്ടി നമ്മൾ പറയുമല്ല. പക്ഷേ പുള്ളി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരാൾ കുറച്ചും കൂടെ ചിന്തിച്ച് ഒന്ന് മത്സരിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം സത്യത്തിൽ അങ്ങനെ ചിന്തിക്കാനുണ്ടായ കാരണം എന്താണ്? കാരണം കഴിഞ്ഞ ഇലക്ഷന് നമ്മൾ കണ്ടതല്ലേ, അവർ അവരുടെ അണികൾ സപ്പോർട്ടായിട്ട് വന്നപ്പം നോർത്തിലെല്ലാം അത് വളരെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ പുള്ളി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരാളാകുമ്പോൾ അത് ചിന്തിക്കണം. കാര്യം ഇവിടെ കേരളത്തിൽ 20 സീറ്റ് പിടിക്കുന്നതുകൊണ്ട് നമുക്ക് 543 സീറ്റ് മൊത്തമുണ്ട്. അപ്പോൾ കേരളത്തിൽ 20 സീറ്റ് പിടിക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഇമ്പാക്റ്റ് കൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം. കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് പിടിച്ച് ഈ പ്രാവശ്യം 20 സീറ്റ് കൊണ്ടൊന്നും ആവുന്നില്ലല്ലോ. 272 സീറ്റ് ഉണ്ടെങ്കിലേ ഭരണത്തിൽ വരാൻ കഴിയും. അതെ. അപ്പോൾ കേരളത്തിൽ 20 സീറ്റ് കൊണ്ടൊന്നും ആയില്ല. അതെ, കേരളത്തിൽ 20 സീറ്റ് അതുമല്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പോലും ജാതീയത ആൾക്കാർ കാണിക്കുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തെ കേസ് തന്നെ എടുത്താൽ തിരുവനന്തപുരത്ത് 3 പേരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്, മികച്ച സ്ഥാനാർത്ഥികളാണ്. അതെ. രാജീവ് ചന്ദ്രശേഖർ വളരെ നല്ല അഭിപ്രായമുള്ള ഒരാളാണ്. ശശി തരൂർ. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ശശി തരൂരിനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇവർ മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് രാഹുൽ ഗാന്ധി പിന്നോട്ട് പോകണം. കാര്യം രാഹുൽ ഗാന്ധിയെക്കാളും പ്രിയങ്ക ഗാന്ധിയാണ് കുറച്ചുകൂടെ മുന്നിൽ നയിക്കാൻ. അവരുടെ മുത്തശ്ശിയുടെ ഒരു ക്വാളിറ്റി ഉള്ളത്, രാജീവ് ഗാന്ധിയുടെ ക്വാളിറ്റിയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അത് ഞാനൊരു നെഗറ്റീവായിട്ട് പറയുന്നില്ല, അയാളൊരു നല്ല മനുഷ്യനാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ പുള്ളി എത്രത്തോളം ശോഭിക്കുന്നുള്ളത് നമുക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല, സാധാരണക്കാരനായിട്ട്. അതെ. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിൻ രവീന്ദ്രൻ സാർ നല്ലൊരു നേതാവാണ്. കോൺഗ്രസിൻ്റെ കുറേ വോട്ട് പുള്ളി പിടിച്ച് മാറ്റും. അത് BJPക്ക് സപ്പോർട്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനാണ് സാധ്യത. അതെ. പൊതുവിൽ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും LDF UDF മുന്നണികൾക്ക്? എറണാകുളത്ത് തീർച്ചയായിട്ടും 2020 ഒരു ഇമ്പാക്റ്റ് വരെ ബാധിക്കും. എറണാകുളത്തും ഇപ്പോൾ രവീന്ദ്രൻ സാർ മത്സരിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റിന് വേണ്ടി. എവിടെ? എറണാകുളം, ചാലക്കുടിയിൽ രവീന്ദ്രനാഥ്. അതെ, രവീന്ദ്രനാഥ്. പുള്ളി നല്ലൊരു നേതാവാണ്. അപ്പം പുള്ളിയുടെ ഇൻഫ്ലുവൻസും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ സീറ്റുകൾ പിടിച്ചു മാറ്റും. 2020 നമുക്കറിയാം കിഴക്കമ്പലത്തും ഒരുപാട് പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നുണ്ട്. അപ്പം ഈ 2020യും കമ്മ്യൂണിസ്റ്റും വോട്ട് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ വോട്ട് തന്നെ അവിടെ കുറയും. കുറേ സ്പ്ലിറ്റ് ഉണ്ടാവാൻ സാധ്യത ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് ഇനിയും വളരുന്നില്ല. ഇവിടെ കേരളത്തിലുള്ള എല്ലാ കോൺഗ്രസ്സുകാരുടെ ആകെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്യണം ഇവിടെ നമ്മൾ സീറ്റെല്ലാം പിടിക്കുന്നതെന്ന്. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ നമ്മൾ ലാസ്റ്റ് നിയമസഭാ ഇലക്ഷൻ എടുക്കുകയാണെങ്കിൽ മമതാ ബാനർജി അവിടെ തോറ്റ വ്യക്തിയാണ്. പക്ഷേ അവരുടെ പാർട്ടി ജയിച്ചു. പാർട്ടി ജയിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വേറൊരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് അവർ മുഖ്യമന്ത്രിയായി. അറ്റ്ലീസ്റ്റ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ അങ്ങനെ ചിന്തിക്കണമായിരുന്നു. പുള്ളി പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ധൈര്യം കാണിക്കാതെ, വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളല്ല, പാർട്ടിക്കാണ് വ്യക്തിപരമല്ല, അദ്ദേഹം വളരെ നിഷ്കളങ്കനാണ്. ഇവിടെ കുറെ ഉപദേശിക്കുന്ന കുറെ കോൺഗ്രസ്സുകാരാണ് പുള്ളി ഇങ്ങനെ രണ്ടാമതും ഡ്രാഗ് ചെയ്ത്. പുള്ളിക്ക് കേരളത്തിൽ തന്നെ പുള്ളിക്ക് എറണാകുളത്തോ തിരുവനന്തപുരത്തോ മത്സരിക്കായിരുന്നു. അതൊരു പക്ഷേ ഇങ്ങനെ ഒരു പരിവേഷത്തിൽ പോകത്തില്ലായിരുന്നു. വയനാടാകുമ്പോൾ ഒരു നമ്മൾ കണ്ടാണല്ലോ കഴിഞ്ഞ വർഷം കോൺഗ്രസിന്റെ പോലും കൊടിയില്ലാതെ അവിടെ പ്രചാരണം നടത്തി. അപ്പം അതുമല്ല, പിന്നെ ഒരു ഉറച്ച സീറ്റ് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം, ഒരു മത്സരം മാത്രമാണ്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ എനിക്ക് ഒരു ഇൻഫ്ലുവൻസ് തോന്നുന്ന പറഞ്ഞാൽ ഒരു ലീഡർ, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ മമതാ ബാനർജി അവരവിടെ നിന്ന് ഫെയിലായി, പക്ഷെ അവരുടെ പാർട്ടി ജയിച്ചു. ഇപ്പം നമുക്കൊരു വേറെ സീറ്റ് ഉണ്ടാവും. കോൺഗ്രസ് എന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ മൊത്തം പ്രതീക്ഷ പകരേണ്ട ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ഇവിടുത്തെ കുറച്ച് നേതാക്കന്മാർ അവരുടെ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി രാഹുൽ ഗാന്ധി യൂസ് ചെയ്യുവാണ്, ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നു. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ കുറെ സീറ്റുകൾ ജയിക്കാൻ വേണ്ടിയിട്ട് അത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ദോഷമല്ല ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അതാണ് സംഭവിച്ചത്. അതെ. പിന്നെ 10% പോലും സീറ്റ് കിട്ടാത്ത പല സീറ്റുകളിലും BJP മത്സരിക്കും. നമ്മൾ കണ്ടു 100 കോടി രൂപ അവർ ഹവാല കൊണ്ടുവന്നത് മുഖ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ 5 കോടി വെച്ച് കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് വോട്ട് ചെയ്യാനുള്ള ഒരു മാർഗവും അവരെ സംബന്ധിച്ച് കാശ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗവുമാണ്. കുറെ നേതാക്കൾക്ക് ഇതൊരു ചാകരയാണ്. ഉറപ്പായിട്ടും
എനിക്ക് പ്രേമചന്ദ്രന് തന്നെയാണ് സാധ്യതയുള്ളത്. വീണ്ടും മുകേഷിന് സാധ്യതയില്ല. മുകേഷിന് സാധ്യതയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകേഷ് ഓൾറെഡി MLA ആണല്ലോ, കൊല്ലത്തെ MLA. പിന്നെ ബെസ്റ്റ് പാർലമെന്ററിനായിട്ട് തെരഞ്ഞെടുത്ത ആളാണ് പ്രേമചന്ദ്രൻ. പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള ഒറ്റ MP ഉള്ള ഒരു പാർട്ടിക്ക് പിന്നെ സ്പീക്കേഴ്സ് ചേംബറിൽ അനുവാദം കിട്ടിയ ഒരു MP ആണ്. അതെ, ഒരു MP ആണ്. അതെ, അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് നല്ലൊരു മതിപ്പാണുള്ളത്. അദ്ദേഹത്തിന് വീണ്ടും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. അവിടെ ഒരു കോമ്പറ്റീഷന് സാധ്യതയില്ല. പിന്നെ മുകേഷിനെ പോലെ ഒരു നേതാവ് പുള്ളിക്ക് ഒരു വെല്ലുവിളിയാവാനുള്ള ഒരു സാധ്യത. കാര്യം മുന്നേ നിന്ന് MA ബേബി ആണ്, മത്സരിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ അത് നമുക്ക് മുകേഷ് ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. പിന്നെ അവർക്ക് വേറെ ആരും നിർത്താനില്ലാത്തതുകൊണ്ട് ഒരു ഫിഗർ മത്സരം നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതേ ഉള്ളൂ. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഖ്യമായും ഉപയോഗിച്ചു വരുന്നൊരു കാര്യം ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചാണ്. അത് എങ്ങനെ അത് എഫക്റ്റ് ചെയ്യും? ഇല്ല, പൗരത്വ ഭേദഗതി ബില്ല് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ പക്കാ രാഷ്ട്രീയം കളിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാര്യം ഉത്തരാഖണ്ഡിൽ BJP പൗരത്വ ഭേദഗതി ബില്ല് നടത്തി അവരോട് നടപ്പാക്കി. അതിൽ എനിക്കിഷ്ടപ്പെട്ട അതിനകത്ത് ഒരു പോയിന്റ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നതിനാണ് അവർ ലീഗലാക്കി അതിൽ പറയുന്നത്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരേ കണക്ക് ഒരു വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. വോട്ട് പിടിക്കുക എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് കൂടുതൽ കാണിക്കുക. യഥാർത്ഥത്തിൽ ഒരു നിയമം നടപ്പാക്കി ആ നിയമം ഭേദഗതി വരുത്താനാണ് നമുക്ക് പാർലമെന്റും നിയമസഭയും ഉള്ളത്. എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താവുന്നതാണ്. തീർച്ചയായിട്ടും അതാണല്ലോ ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സ്വാധീനിച്ചുകൊണ്ടുള്ള ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഗവർണർ ഇപ്പം കേരളത്തിൽ വന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ എല്ലാവരെയും കാണുന്നുണ്ട്. ന്യൂസിൽ കാണിച്ചത് അവർ ഗവർണർ എന്തിനും ഇവിടെ വന്ന് മതമേലധ്യക്ഷന്മാരെ കാണി അവരെ സ്വാധീനിക്കുകയും ചെയ്യണം. ഒരു പൗരന്റെ വോട്ട് എന്ന് പറയുന്നത് അവന്റെ വിദ്യാഭ്യാസവും അവന്റെ വിവരത്തിലും അവന്റെ സമൂഹ ചുറ്റുപാടിൽ നിന്ന് അവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനവസരം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെയും സകല ഏജൻസികളെയും പണ്ടൊക്കെ നമുക്ക് പറയാമോ? അങ്ങനെ പറയാൻ കഴിയുമോ? ഉറപ്പായിട്ടും ആണല്ലോ. പണ്ട് നമുക്കൊരു ഗവർണർ എന്ന് പറഞ്ഞ ഒരു വില ഉണ്ടായിരുന്നു. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് KR നാരായണൻ സാറ് പ്രസിഡൻ്റായ സമയത്ത് നമുക്ക് സ്കൂളിൽ ആദ്യത്തെ ഒരു മലയാളി എന്ന് പറഞ്ഞ് നമുക്ക് പായസമൊക്കെ വെച്ച് തന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു മണ്ഡലത്തിൽ നിന്ന് തോൽക്കുന്ന ഒരാളാണ് പോയി ഒരു സ്ഥലത്ത് ഗവർണർ ആവുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് പ്രവർത്തിക്കുന്ന ഒരാൾ പ്രസിഡന്റ് ആവുന്നു എന്നുള്ള രീതിയിലേക്ക് മാറി. അല്ലെ ഒരു രാഷ്ട്രീയ നോമിനി. ഉറപ്പായിട്ടും അങ്ങനെ. ഇതിപ്പോൾ എല്ലാ ഇപ്പോൾ ED തന്നെ നോക്കി, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അന്വേഷണ സംഘത്തിനെ തന്നെ അവർ യൂസ് ചെയ്യുവാണ് എല്ലാ മേഖലയിലും. അതൊക്കെ നമുക്കൊരു അംഗീകരിക്കാൻ പറ്റും. ഇലക്ഷനിൽ ഇതൊക്കെ ഒരു തിരിച്ചടിയായി വരുമോ NDA സർക്കാരിന്? ജനങ്ങൾ കൺഫ്യൂസ്ഡാണ് എല്ലാ കാര്യത്തിലും. അപ്പം പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഒരു കണക്കൂട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാത്തിനും ഒരു ബദലായിട്ട് ഇപ്പോൾ 2020 പോലുള്ള പാർട്ടികളുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. പാർലമെന്റ് ഇലക്ഷന് കോൺഗ്രസ് അല്ലാതെ കേരളത്തിൽ വേറൊരു ഓപ്ഷൻ വരാൻ ചാൻസ് ഒന്നുമില്ല. പ്രധാനപ്പെട്ട പാർട്ടി 2 സ്ഥലത്ത് സ്പ്ലിറ്റ്, ട്രിവാൻഡ്രം വോട്ട് സ്പ്ലിറ്റ് ആവുന്നതുകൊണ്ട് BJPക്ക് മെജോറിറ്റി. അതെ, ശശി തരൂർ മോശമായതുകൊണ്ടല്ല, പക്ഷേ നിൽക്കുന്ന പ്രധാന സ്ഥാനാർത്ഥികൾ തമ്മിൽ മത്സരം വരുമ്പോൾ മൂന്നാമതൊരു സ്ഥാനാർത്ഥിക്ക് എനിക്ക് തോന്നുന്നു. ഓക്കെ. സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വോട്ടർമാർ നിരനിരയായി പോളിംഗ് ബൂത്തിലേക്ക്. അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു, ആരെ സ്വീകരിക്കണം, ആരെ തള്ളണം. എങ്കിലും അഭിപ്രായങ്ങൾ പല രീതിയിൽ പങ്കുവച്ചു. ജൂൺ 4 വരെ കാത്തിരിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.